Hi, it's me 𝒓𝒔𝒐𝒕𝒕𝒔. I'm Rose. Welcome to Ashberry. Empower to fly. ഓക്കെ, ഒരു ഇംഗ്ലീഷ് കോൺഫിഡൻസ് കുറഞ്ഞ ഒരാൾ, അതായത് ഇംഗ്ലീഷിലേക്ക് പഠിക്കാനായിട്ട് എൻട്രി ചെയ്യുന്ന ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്ത് തുടങ്ങണം? I think the best way is to listen to anything. Yeah, listening. I think listening is the best way to learn a language. I think to learn the basics of the language. ഒരു അത്യാവശ്യം കോൺഫിഡൻസ് കുറഞ്ഞ ഒരാളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും സ്പീക്കിങ്ങിലെ ബേസിക്സ് ഒക്കെ മനസ്സിലാവാനും ലിസൺ ചെയ്യുക, കൂടുതലായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. So this is the second video of the series LSRW. And we are going to discuss about listening. Okay, so listening ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിങ്ങിനെ അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. എത്രത്തോളം നമ്മൾ ലിസൺ ചെയ്യുന്നതോ എത്ര കൂടുതൽ നമ്മൾ ലിസൺ ചെയ്താലും അത് നമ്മുടെ സ്പീക്കിങ്ങിനെ ഇംപ്രൂവ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു LSRW, അതിലെ ഫസ്റ്റ് സ്കില്ലായിരുന്നു നമ്മൾ പറഞ്ഞത് ലിസണിങ് എന്ന് പറയുന്നത്. ഒരു മദർ ടങ്ങിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് നമ്മൾ മദർ ടങ് ആണെങ്കിലും എങ്ങനെയാണ് ലിസൺ ചെയ്തിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു കുഞ്ഞു വാവ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സ്പീക്ക് ചെയ്ത് വരുമല്ല. അവർ അവരുടെ പാരൻസിൽ നിന്നോ അവരുടെ എൽഡർ പീപ്പിളിൽ നിന്നോ സിബ്ലിങ്സിൽ നിന്നൊക്കെ കേട്ടിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കേട്ട് ആണ് നമ്മൾ ലാംഗ്വേജ് പഠിച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക, അതിൻ്റെ ബേസിക്സിലേക്ക് കടക്കുക, ബേസിക്സ് പഠിക്കുക. ഓക്കെ, നമ്മൾ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരെ ലിസൺ ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പോസ് ചെയ്ത് സ്ലോ ചെയ്തൊക്കെ കേൾക്കേണ്ടി വരും, സബ്ടൈറ്റിൽസ് ഇട്ട് കേൾക്കേണ്ടി വരും. അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ അതിനോട് കോർപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കി നിങ്ങൾ സബ്ടൈറ്റിൽസ് അതിൽ എന്തെങ്കിലും മോശം വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമുക്ക് എപ്പോഴും നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം, നമ്മൾ ഏത് ലെവലിലാണ്. അപ്പോൾ നമ്മുടെ ആ ലെവലിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ. സോ നിങ്ങൾ മനസ്സിലായൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, പോസ് ചെയ്തോ അല്ലെങ്കിൽ സ്ലോ ചെയ്തൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്തും കേൾക്കാം. അതുപോലെ സബ്ടൈറ്റിൽസ് യൂസ് ചെയ്യുക. പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് കൊണ്ടുവരിക. ഇംപ്രൂവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ സബ്ടൈറ്റിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെയാണ് ആക്സെന്റ്സ്. അതായത് പല ആക്സെന്റുകൾ, ഇംഗ്ലീഷിന്റെ കേസിൽ പല ആക്സെന്റുകൾ ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് ആക്സെന്റ്, ഓസ്ട്രേലിയൻ ആക്സെന്റ്, US ആക്സെന്റ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല ആക്സെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പതിയെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്തിലേക്ക് വരാം, ആക്സെന്റുകളിലേക്ക് ലിസൺ ചെയ്ത് പല ആക്സെന്റുകൾ ലിസൺ ചെയ്ത് വരാം. അങ്ങനെ പല വഴികൾ നമുക്ക് ലിസൺ ചെയ്യുന്നതിൽ സ്വയം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ഈ ഡിജിറ്റലി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡിന്റെ വരവോടുകൂടി ഒരുപാട് ഡിജിറ്റൽ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ കുറേ മാർഗങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇപ്പോൾ AI വരെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എത്തി നിൽക്കുന്നുണ്ട് ലാംഗ്വേജ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെ ചില ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ റിസോഴ്സസിൽ അല്ലെങ്കിൽ ഏതൊക്കെ റിസോഴ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് തേടാം, എന്തൊക്കെ നമുക്ക് കേൾക്കാം എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇംഗ്ലീഷ് ലിസൺ ചെയ്യുന്ന ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടും ഒക്കെയുള്ള റിസോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് മൂവീസ് ആൻഡ് സീരീസ്. സോ മൂവീസ് ആൻഡ് സീരീസ് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് കുറേ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് മൂവീസ് ആൻഡ്